കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ യുവാക്കളുടെ അപകട യാത്ര. ചുരം 7-ാം വളവിലാണ് കാറിൽ അപകടകരമായ രീതിയിൽ യുവാക്കൾ യാത്ര ചെയ്തത്. പുറകിൽ വരുന്ന വാഹനത്തിലെ യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർച്ചയായി വരുന്നതും പിന്നീട് മോട്ടോർ വാഹന വകുപ്പിന് നടപടി ഉണ്ടാവുന്നതുമൊക്കെ നമ്മൾ കാണുന്നതാണ്. എന്നിട്ടും ഇതിന് ഒരു അറുതിയില്ല. എന്താണ് സംഭവിച്ചത്? എവിടെ നിന്നുള്ള യുവാക്കളാണ്? നടപടി ഉണ്ടായിട്ടുണ്ടോ ഇതിനോടകം? അഭിജിത്ത്. ടി.കെ സൂചിപ്പിച്ചതുപോലെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നേരത്തെ പലതവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിൻ്റെ അപകട സാധ്യതയെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുന്നതാണ്. പക്ഷേ എന്നിട്ടും ഇങ്ങനെയുള്ള യാത്രകൾ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് അല്പസമയം മുൻപ് കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ നടന്ന അപകടയാത്രയുടെ ദൃശ്യങ്ങളാണ്. ചുരം 7-ാം വളവിലാണ് ഈ അപകടയാത്ര ഇവർ കാറിൽ നടത്തുന്നത്. ഇതിൻ്റെ സൺറൂഫ് തുറന്ന് അതിലൂടെ പുറത്ത് തലയിട്ടുകൊണ്ടാണ് ഈ യുവാക്കൾ ഈ യാത്ര നടത്തുന്നത്. പുറകിൽ വരുന്ന വാഹനത്തിലെ യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. ഈ യാത്രക്കാർ ഈ യുവാക്കളോട് ഇങ്ങനെ യാത്ര ചെയ്യരുത്, അത് അപകടമാണ് എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പക്ഷെ അതൊന്നും കൂട്ടാക്കാതെയാണ് ഈ ചുരം ഇറങ്ങിപ്പോകുന്നതിനിടെ കാറിൽ ഇത്ര അപകടകരമായ രീതിയിൽ യുവാക്കൾ യാത്ര ചെയ്യുന്നത്. ആ കാറിന്റെ രജിസ്ട്രേഷൻ കർണാടക രജിസ്ട്രേഷനിലുള്ളതാണ്. കർണാടകയിൽ നിന്നുള്ള യുവാക്കളാണ് എന്നാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതിനെക്കുറിച്ചൊക്കെ മോട്ടോർ വാഹന വകുപ്പൊക്കെ നേരത്തെ മുന്നറിയിപ്പുകളൊക്കെ തരുന്നതാണ്. കാരണം ഇങ്ങനെ ഈ രീതിയിൽ സൺറൂഫിന് പുറത്തേക്ക് തലയിട്ടുകൊണ്ട് യാത്ര ചെയ്താൽ ഒരുപക്ഷെ വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുമ്പോൾ നമ്മൾ പുറത്തേക്ക് തെറിച്ചു വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ കാറിന്റെ വശങ്ങളിലേക്കൊക്കെ ശരീരം ഇടിച്ച് ആ രീതിയിലുള്ള അപകടം ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം മുന്നറിയിപ്പുകളൊക്കെ പാടെ അവഗണിച്ചുകൊണ്ട് യുവാക്കൾ നടത്തിയ യാത്രയാണ്. ചുരം ഇറങ്ങുന്നതിനിടെയാണ്. നമുക്കറിയാം വലിയ വാഹന ഗതാഗത തിരക്കൊക്കെയുള്ള സമയമാണ്. അതിനിടയിലാണ് ഈ ഒരു യാത്ര. ഏതായാലും മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽ ഈ ദൃശ്യങ്ങൾ പെട്ടിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഒരുപക്ഷെ നടപടിയും ഉടൻ തന്നെ ഉണ്ടായേക്കാം. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.